ഹലോ ഗുട്ടൻ ഡാഗ്. ഇത് ആംസ്റ്റർഡാമിലുള്ള തുലിപ്പ് ഗാർഡനാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ, അതായത് മാർച്ച് മുതൽ മെയ് വരെയാണ് തുലിപ്പ് സീസൺ ഉള്ളത്. ആ സമയത്ത് ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ തുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടി പോയിരുന്നു. അടിപൊളിയാണ് കേട്ടോ. കാരണം കണ്ണെത്താ ദൂരത്തോളം ഈ തുലിപ്പ് പൂവുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ മുട്ടുകളായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്രയും വിരിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വിരിഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത് അന്യൻ ഫിലിമിൽ കുമാരി എന്നുള്ള സോങ്ങിലായിരുന്നു ഈ പൂ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ജീവിതത്തിൽ ഈ പൂ നേരിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. അത്രയും ഭംഗിയുള്ള പൂക്കളാണ് ഈ തുലിപ്പ് പൂ എന്ന് പറയുന്നത് കേട്ടോ. ഈ പൂക്കൾ ബൊക്കയ്ക്ക് വേണ്ടിയിട്ടും ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ടും ഈവൻറ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടും ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ ഓരോ പൂവിൻ്റെ കളറിനും ഓരോ സിമ്പലുണ്ട്. റെഡ്, യെല്ലോ, വൈറ്റ്, പർപ്പിൾ, പിങ്ക്, ഓറഞ്ച്, അങ്ങനെ പല കളറുകളിൽ ഈ ഒരു തുലിപ്പ് പൂവുകൾ കാണാൻ പറ്റും. ഇപ്പോൾ റെഡ് കളറാണെങ്കിൽ ട്രൂ ലവ്, യെല്ലോ ആണെങ്കിൽ ഹാപ്പിനെസ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഓരോരോ സിമ്പലുകളുണ്ട് ഓരോ കളറിനും. നല്ല രസമുണ്ട് കേട്ടോ ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. 3000-ഓളം വെറൈറ്റീസ് ഉണ്ട് ഈ തുലിപ്പ് പൂക്കൾക്ക്. ആംസ്റ്റർഡാമിലെ തുലിപ്പ് ഫെസ്റ്റിവൽ വളരെ ഫേമസ് ആണ്. ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇതിൻ്റെ സീസൺ എങ്കിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് അത്ര പൂക്കളം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നോർത്ത് സീ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം കടൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലാണെങ്കിൽ ഒട്ടുമിക്ക കടലിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്ത് കുറേ പണ്ട് പോയതാണ്. കൊല്ലം, ഫോർട്ട് കൊച്ചി, ചിറായി, മുനമ്പം, ചാവക്കാട്, പൊന്നാനി, കടലുണ്ടി, കോഴിക്കോട്, കാപ്പാട്, മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ബീച്ച്, അങ്ങനെ ഒരുപാട് കടലിൽ പോയിട്ടുണ്ട്. എത്ര കടൽ കണ്ടാലും ആനയെ കണ്ടാലും മതി വരാത്തതാണല്ലോ. അങ്ങനെ പോയതായിരുന്നു നെതർലാൻഡിലുള്ള ഈ ഒരു കടലിൽ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കടൽ കാണാൻ വേണ്ടി പോയപ്പം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ കടലിൻ്റെ അങ്ങേ അറ്റത്ത് കുറേ വിൻഡ് മില്ല് കാണുന്നുണ്ടായിരുന്നേ. ഓഫ് ഷോർ വിൻഡ് ഫാംസാണ്, നോർത്ത് സീയിലുള്ള വിൻഡ് ഫാംസാണ് ഈ കാണുന്നത്. ഫസ്റ്റ് കണ്ടപ്പോൾ നല്ല കൗതുകമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വിൻഡ് ഫാംസ് കാണുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ റെഫർ ചെയ്തപ്പോഴാണ് ഇത് നോർത്ത് സീയിലെ വിൻഡ് ഫാംസാണ്, ഓഫ് ഷോർ വിൻഡ് ഫാംസാണ്. ഇത് കടലിൽ തന്നെയാണ് ഈ വിൻഡ് ഫാംസ് ഉള്ളത്. വളരെ കൗതുകകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ ഈ ഒരു കടലൊക്കെ കണ്ട സന്തോഷത്തിൽ ആയിരുന്നു. കാരണം നാട്ടിൽ വന്ന് പോകുന്നതിന് ശേഷം ഇവിടെ അടുത്ത് കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് കടൽ കാണുന്നത് കുറവായിരുന്നു. അതുപോലെ തന്നെ പുഴയും കുറവായിരുന്നു കേട്ടോ. ഇവിടെ ആകെ ഒരു മോസൽ റിവർ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കടൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല ഐസ് വാട്ടർ പോലെയായിരുന്നു. എന്നാലും കടലിലൊക്കെ ഒന്ന് ഇറങ്ങി ചെറുതായിട്ടൊന്നൊക്കെ കാല് നനച്ചു. നാട്ടിൽ കടലിൽ ഇറങ്ങുന്ന പോലെയൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കണ്ട സന്തോഷത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ചൂസ്.